الصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അവന്റെ അപാരമായ ഫദ്ല്, ഔദാര്യം, അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ പഠനം ഇന്ന് ആരംഭിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയുടെ പ്രാധാന്യവും അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള അതിന്റെ പ്രത്യേകതകളും ശ്രേഷ്ഠതകളും മനസ്സിലാക്കി. മാത്രമല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കൾക്ക് സൂറത്തുൽ ബഖറയുടെ ഈ പറഞ്ഞ പ്രത്യേകതകൾ പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ അവര് വലിയ ഗൗരവത്തിലാണ് ഈ സൂറത്തുൽ ബഖറ പഠിച്ചെടുത്തത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഏകദേശം 12 വർഷമെടുത്തു സൂറത്തുൽ ബഖറ മുഴുവനായും പഠിച്ചെടുക്കാൻ. കാരണം അത്രത്തോളം കാര്യങ്ങൾ, അഹ്കാമുകളാണെങ്കിലും, അതായത് ശരീഅത്തിന്റെ മതനിയമങ്ങളുമായി ബന്ധപ്പെട്ട വിധികളാണെങ്കിലും, മറ്റ് കഴിഞ്ഞ കാലഘട്ടത്തിൽ സംഭവിച്ച ചരിത്രങ്ങളാണെങ്കിലും, അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊതുവായി സത്യവിശ്വാസികൾക്ക് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ മനുഷ്യരെ അറിയിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അടക്കം ചെയ്യപ്പെട്ടുള്ള സൂറയാണ് സൂറത്തുൽ ബഖറ. അത് അതിന്റെ ഫിഖ്ഹോട് കൂടി എന്താണോ ഒരു സൂറത്തിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് അതിനോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹു ആ സൂറത്ത് പഠിച്ചത് 12 വർഷം കൊണ്ടാണ്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ആ സൂറത്തിൽ എത്രയധികം ഇൽമ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടക്കം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഈ സൂറത്തുൽ ബഖറയെ സംബന്ധിച്ച് പഠിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, ഏകദേശം 8 വർഷമെടുത്തു ഈ സൂറത്ത് പഠിച്ചു തീരാൻ. ഉമർ റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറ 12 വർഷം കൊണ്ട് പഠിച്ചു തീർന്ന അന്ന് ഒരൊട്ടകത്തെ അറുത്ത് ഭക്ഷണം പാചകം ചെയ്ത് ആളുകൾക്കത് വിതരണം ചെയ്ത് സന്തോഷം പ്രകടിപ്പിച്ചു എന്നുവരെ നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ സഹാബാക്കളൊക്കെ അത്ര ഒരു ഗൗരവം ഈ സൂറത്തിന് കണ്ടിട്ടുണ്ട് എന്നർത്ഥം. ആ ഗൗരവത്തിൽ തന്നെ അവരത് പഠിച്ചെടുക്കും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി റഹിമഹുല്ലാഹു തആല പറഞ്ഞു, സമിഅ്തു ബഅദ അശ്യാഖി യഖൂൽ, എന്റെ ചില ഉസ്താദുമാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഫീഹ അൽഫു അംരിൻ വഅൽഫു നഹ്യിൻ വഅൽഫു ഹുക്മിൻ വഅൽഫു ഖബറിൻ. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ഒരു മൊത്തത്തിൽ ഒരു ഉസൂൽ ഒന്ന് മനസ്സിലാക്കണം ആദ്യം. ഇത് അതിന്റെ ഇപ്പൊ ഞാൻ വായിച്ചതിന്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് ഈ ഖുർആനിൽ 4 കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുള്ളത് ആകെ മൊത്തത്തിൽ. ഒന്ന് അംറുകൾ, അവാമിർ എന്ന് പറയും. അവാമിർ കൽപ്പനകൾ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നൽകുന്ന ആജ്ഞകൾ. നിങ്ങൾ ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നൽകുന്ന കൽപ്പനകളാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്തുള്ളത് നഹിയുകൾ, നിരോധനാജ്ഞകൾ, നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ അവാമിറുകൾ, അതേപോലെ നവാഹി, നിരോധനങ്ങൾ. മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് അഹ്കാമുകൾ. അഹ്കാം എന്ന് പറഞ്ഞാൽ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, വിവാഹം, തലാഖ്, കച്ചവടം, കൊടുക്കൽ വാങ്ങലുകൾ, സ്വഭാവങ്ങൾ, ബന്ധങ്ങൾ, കടപ്പാടുകൾ, ഇങ്ങനെ മതവിധികൾ, ഓരോ വിഷയങ്ങളുടെ. മറ്റൊരു ഭാഗത്തുള്ളത് അഖ്ബാർ, കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ
ചരിത്രങ്ങളുടെ വിവരണം. ഇതാണ് മൊത്തത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഈ 4 കാര്യങ്ങളാണ്. അപ്പൊ ഇബ്നുൽ അറബി റഹ്മഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഉസ്താദുമാര് അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് പറയുന്നത്, ഈ സൂറത്തുൽ ബഖറയിൽ 1000-ഓളം അമ്രുകളുണ്ട്, കൽപ്പനകളുണ്ട്, 1000-ഓളം നെഹിയുകളുണ്ട്, നിരോധനങ്ങളുണ്ട്, 1000-ഓളം അഹ്കാമുകളുണ്ട്, 1000-ഓളം അഖ്ബാറുകളുണ്ട്. അത്ര വിശാലമായ, ഒരുപാട് പഠിക്കാനും അറിയാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുള്ള സൂറയാണ് നമ്മളിപ്പോ തുടങ്ങാൻ പോകുന്ന സൂറത്തുൽ ബഖറ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വളരെ കാര്യമായി വ്യക്തമായി ശ്രദ്ധിച്ച് എഴുതി വെച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ഇൻഷാ അല്ലാഹ് പഠിച്ചു വെക്കണം. നോക്കിക്കോളൂ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين. ഈ 2 ആയത്തുകളാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ ഉള്ളത്. ആദ്യമായി നമ്മളുടെ ആ ഖുർആൻ ക്ലാസിന്റെ രീതി അനുസരിച്ച് നമ്മൾ വാക്കുകളുടെ അർത്ഥങ്ങൾ പറയും. ഇവിടെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഊദു പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് തുടങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള ഒരു അംറാണ്, വഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നിങ്ങൾ ഖുർആൻ ഓതുമ്പം ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ട് വേണം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ ഓതി തുടങ്ങുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നത്. അഊദു ഞാൻ കാവൽ തേടുന്നു, ബില്ലാഹി അള്ളാഹുവിനോട്, മിനശ് ശൈത്വാനി അർ റജീം. അർ റജീം എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ടവൻ, ആ തള്ളപ്പെട്ടവൻ, ആട്ടിയോടിക്കപ്പെട്ടവൻ, അങ്ങനെയുള്ള പിശാചിന്റെ ഷർറിൽ നിന്നും ഞാൻ കാവൽ തേടിക്കൊണ്ട് തുടങ്ങുന്നു. ഇസ്തിആദ എന്നാണ് ഇതിന് പറയുക. ഈ ഇസ്തിആദത്തിന്റെ ഒരു പ്രത്യേകത, ഇസ്തിആദത്ത് ഇബാദത്താണ്. അതായത് തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു ഇബാദത്താണ് അൽ ഇസ്തിആദ. അള്ളാഹുവിനോടല്ലാതെ വേറൊരു വ്യക്തിയോടോ ഒരു ശക്തിയോടോ ഒരു വസ്തുവിനോടോ കാവൽ തേടാൻ, ശരണം നടത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. കാരണം ഉപകാരങ്ങൾ ചെയ്യേണ്ടവനും ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകേണ്ടവനുമായി നമ്മൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിനെ മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തു, ഒരു നൂല്, ഒരു ഉറുക്ക്, ഒരു ഏലസ്, ഒരു കുപ്പി, ഒരു തകിട്, അല്ലെങ്കിൽ ഒരു വ്യക്തി, മരിച്ച ദാരങ്ങളിലുള്ളവരോ അല്ലെങ്കിൽ തങ്ങന്മാരോ ബാവമാരോ ബീവിമാരോ, അല്ലെങ്കിൽ എന്തെങ്കിലും ശക്തികൾ, ഈ പറയപ്പെട്ടതൊക്കെ നമുക്ക് കാവലിൽ ഉണ്ടാകും, ജീവിച്ചിരിച്ചതായാലും മരിച്ചവരായാലും എന്ന് വിശ്വസിച്ചാൽ അത് നമ്മൾ അള്ളാഹുവാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്ന വിശ്വാസത്തിൽ കലർപ്പുണ്ടാക്കലാണ്, ഷിർക്ക് ചെയ്യലാണ്. അത് വന്നാൽ നമ്മൾ ഇസ്ലാം നിന്ന് പുറത്തായി പോകും. അതുകൊണ്ട് ഇസ്തിആദയെ ഒരു ഇബാദത്തായി കാരണം അള്ളാഹുവിനോടല്ലാതെ ഒരടിമ കാവൽ തേടരുത്. എനിക്ക് ഇന്നാള് കാവൽ ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ അത് എൻ്റെ അള്ളാഹു മാത്രമായിരിക്കണം. അതൊരു ഇബാദത്താണ്. അതിൽ വേറെ ആരെങ്കിലും കൂട്ടിയാൽ അതിന് ഷിർക്കാണെന്നാണ് പറയുക, പങ്കു ചേർക്കൽ. ഷിർക്ക് വന്നാൽ അവൻ അള്ളാഹുവിന് കൊടുത്ത കരാറ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കരാറ് ബാത്തിലായി പോവും, ഒരു ഇസ്ലാം എന്ന് പുറത്തായി പോവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഈ ഇസ്തിആദത്തിന് പലതരത്തിലുള്ള രൂപങ്ങളുണ്ട്, ലഫ്ദുകൾ, വാചകങ്ങൾ. ഒന്നിപ്പോ നമ്മൾ പറഞ്ഞു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി അർ റജീം. അല്ലെങ്കിൽ എങ്ങനെ പറയാം?
അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. അതും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഇസ്തിആദയുടെ മറ്റൊരു വാക്കാണ്. അസ്സമീഇ എല്ലാം കേൾക്കുന്നവനായ, അൽ അലീമി എല്ലാം അറിയുന്നവനായ, അതും കൂടെ ഇതിനോടൊപ്പം ചേർക്കുക. അഊദു ബില്ലാഹി സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം. അല്ലെങ്കിൽ അഊദു ബില്ലാഹി സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി. നിങ്ങൾ അറിയുന്നവരായിരിക്കാം, അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അവസാനം പറഞ്ഞ 3 വാക്ക് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. അഊദു ബില്ലാഹി സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി. 3 വാക്ക്. ഹംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭ്രാന്ത്, ശൈത്താൻ ഉണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ, അതിൽ നിന്ന്. നഫ്ഖ് എന്ന് പറഞ്ഞാൽ രോഗം, അസുഖങ്ങൾ. നഫ്സ് എന്ന് പറഞ്ഞാൽ സംഗീതം, പാട്ട്. ഇതൊക്കെ ശൈത്താനിയത്താണ്. അത് ചേർത്ത് വെച്ചുകൊണ്ട് പറയലും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അഊദു ബില്ലാഹി സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി. അങ്ങനെ ഇസ്തിആദ പറഞ്ഞ് അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു തുടങ്ങുമ്പോ പിന്നെ പറയുന്നതാണ് ബസ്മല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ അർത്ഥം? ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. എങ്ങനെയുള്ള അള്ളാഹു? അർ റഹ്മാനി, റഹ്മാനായ, അർ റഹീമി, റഹീമായ. നമ്മൾ സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് നല്ല കാര്യം തുടങ്ങിയാലും ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. അങ്ങനെ തന്നെ നമ്മളും ചെയ്യണം. കാരണം ബിസ്മില്ലാ പറഞ്ഞു തുടങ്ങിയ കാര്യത്തിൽ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും, അതിൽ അള്ളാഹുവിന്റെ കാവലുണ്ടാവും, ഖൈറു ബറക്കത്തുകൾ ഉണ്ടാവും. എന്തും നന്മയായ കാര്യങ്ങളായി അറിയപ്പെടുന്ന എന്ത് കാര്യവും തുടങ്ങുമ്പം ബിസ്മില്ലാ. നടക്കാൻ, ഇരിക്കാൻ, കിടക്കാൻ, തിന്നാൻ, കുടിക്കാൻ, ഭക്ഷണം ഉണ്ടാക്കാൻ, അലക്കാൻ, ഇസ്തിരിയിടാൻ, പിന്നെന്താ, വണ്ടി ഓടിക്കാൻ, കയറാൻ, ഇറങ്ങാൻ, എന്തിനും ബിസ്മില്ലാ. അത് മക്കളെ ശീലിപ്പിക്കണം. കാരണം എന്താ വെച്ചാല് ബിസ്മില്ലാഹി എന്ന ആ ഒരു വാക്ക് ഷൈത്താനിനെ നമ്മളിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന് അകറ്റാൻ ഉപകരിക്കുന്ന ഒരു സംഗതിയാണ് ബിസ്മില്ലാ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സുന്നത്താക്കി തന്നിട്ടുണ്ട്. അള്ളാഹുവും പരിശുദ്ധ ഖുർആനിലെ സൂറകള് തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കും. എങ്ങനെയുള്ള അള്ളാഹ്? അവന്റെ 2 പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ അതിനോടൊപ്പം അള്ളാഹു ചേർത്ത് പറയാൻ, അർ റഹ്മാനി അർ റഹീം. സാധാരണ നമ്മള് മലയാള ഭാഷയിൽ അർ റഹ്മാൻ അർ റഹീം എന്ന ആ 2 വാക്കുകൾക്ക് കരുണാകരനും കരുണാനിധിയുമായ അള്ളാഹു എന്ന് പറയും. അങ്ങനെ ശരി, ആ പറച്ചത് ശരിയല്ല. കരുണാകരനും അല്ല, കരുണാനിധിയും അല്ല, രണ്ടാളും പോയി. അർ റഹ്മാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശാലമായ റഹ്മത്തുടയവൻ എന്ന് പറഞ്ഞാൽ, ചില പണ്ഡിതന്മാര് പറഞ്ഞു, അഥവാ റഹ്മാൻ എന്ന് അള്ളാഹുവിന് പേരുള്ളത് കൊണ്ടാണ് ഈ ദുനിയാവിൽ അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന, അള്ളാഹുവിനോട് കൊഞ്ഞനം കുത്തുന്ന, അള്ളാഹുവിനെ ചീത്ത പറയുന്ന നിരീശ്വരവാദികളെ പോലെ, ബഹുദൈവ വിശ്വാസികളെ പോലെ, അതേപോലെ തന്നെ കാഫറുകളെ പോലെ അള്ളാഹുവിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. അവര് വരെ അള്ളാഹുവിന്റെ ദുനിയാവിൽ സുഖസുഭിക്ഷമായി ജീവിക്കുന്നത് അള്ളാഹു റഹ്മാൻ ആയത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ ദുനിയാവിൽ, ഈ ഭൗതിക ജീവിതത്തിൽ അടിമകളുടെ, മനുഷ്യരുടെ, ആളുകളുടെ
ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുത്ത് അവർക്കൊരു നല്ലൊരു ജീവിതം കൊടുക്കുന്ന വിഷയത്തിൽ ആദർശത്തെ അള്ളാഹു പരിഗണിക്കുന്നില്ല. അള്ളാഹുവിനെ അനുസരിച്ചാലും ഇല്ലെങ്കിലും, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്താലും ഇല്ലെങ്കിലും, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചാലും ഇല്ലെങ്കിലും ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നവൻ, ഇതാണ് അർ-റഹ്മാൻ. ഇതാണ് അർ-റഹ്മാൻ. ഇപ്പൊ നമ്മൾ കണ്ടോ, അള്ളാഹിനെ വെല്ലുവിളിക്കുന്ന മനുഷ്യന്മാരില്ലേ ദുനിയാവില്? അള്ളാഹുവിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന, ചീത്ത പറയുന്ന, നിഷേധിച്ച് തള്ളിക്കളയുന്ന എത്രയുണ്ട്? അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സംഗതിയായ അള്ളാഹുവിനോടൊപ്പം ആളുകളെ പങ്കുചേർക്കുക, മയ്യത്തുകളെ പങ്കുചേർക്കുക, അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന, അള്ളാഹുവിന് ഒരിക്കലും നിരക്കാത്ത, അള്ളാഹിന്റെ പരിശുദ്ധതയെ ബാധിക്കുന്ന പലതും പറയുന്നവരൊക്കെ ദുനിയാവിൽ സുന്ദരമായി ജീവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഉസ്താദേ, ഈ അള്ളാഹുവിനെ ചീത്ത പറയുന്നു, കളിയാക്കുന്നു, പരിഹസിക്കുന്നു, നിഷേധിക്കുന്നു, എന്നിട്ട് എന്താ അള്ളാഹ് അവരൊന്നും ആക്കാത്തത്? അതിനൊറ്റ മറുപടിയേ ഉള്ളൂ, അവൻ റഹ്മാനാണ്. അള്ളാഹു റഹ്മാനാണ്. ദുനിയാവിൽ അവൻ നോക്കുന്നത് അവന്റെ അടിമയാണ് എന്ന ഒരു സംഗതി മാത്രമാണ്. ഈ മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ജൂതനാവട്ടെ, മജൂസിയാവട്ടെ, നിരീശ്വരവാദിയാവട്ടെ, കമ്മ്യൂണിസ്റ്റുകാരനാവട്ടെ, ആരും 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 ആവട്ടെ, എല്ലാം അള്ളാന്റെ അടിമകളാണ്. അപ്പൊ അവർക്ക് ദുനിയാവിൽ ആദർശത്തെ നോക്കാതെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. കാരണം അവൻ അർ-റഹ്മാൻ, റഹ്മാനാണ്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ അത് കരുണാകരൻ എന്ന് പറഞ്ഞാൽ അർത്ഥം കിട്ടൂല, അതങ്ങനെ മനസ്സിലാക്കണം. പിന്നെയോ, അതുകൊണ്ട് തന്നെ നമ്മൾ സത്യവിശ്വാസികളുടെ വിശ്വാസപ്രകാരം ഒരു ഹൈന്ദവൻ, ഒരു ഹിന്ദു മതക്കാരൻ കല്യാണം കഴിച്ചു, മക്കൾക്ക് വേണ്ടി അവർ ആരെയാണോ ദൈവമായി കാണുന്നത് അവരോട് ദുആ ചെയ്തു, അവരോട് അവർ പ്രാർത്ഥിച്ചു. പക്ഷെ മക്കളെ കൊടുക്കുന്നത് ആരാ? അള്ളാഹുവാണ്. എന്തുകൊണ്ട്? അപ്പൊ നമ്മൾ ചോദിക്കും, അവർ അള്ളാഹ്ക്കല്ലല്ലോ ഇബാദത്ത് ചെയ്തത്, അവർ അല്ലല്ലോ തേടിയത്. അല്ല, ഒന്നുമല്ല. പക്ഷേ അവരും അള്ളാഹുവിന്റെ അടിമകളാണ്. അവരും അള്ളാഹുവിന്റെ അടിമകളാണ്. ദുനിയാവിൽ മക്കളെ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, വെള്ളം കൊടുക്കുക, വീട് കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, സുഖം കൊടുക്കുക, സമാധാനം കൊടുക്കുക എന്നിത്യാദി കാര്യങ്ങൾക്ക് അള്ളാഹു ആദർശത്തെ നിബന്ധനയാക്കുന്നില്ല. എന്നാൽ അർ-റഹീം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിച്ച് അവന് മാത്രം ഇബാദത്ത് ചെയ്ത് അവന്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ട് ജീവിച്ചവർക്ക് മാത്രം നാളെ ആഖിറത്തിൽ ഗുണം ചെയ്യുന്നവൻ. വ്യത്യാസം മനസ്സിലായോ? അർ-റഹ്മാൻ എന്ന ആ ഒരു വിഷയം ദുനിയാവുമായി ബന്ധപ്പെട്ടതാണ്. അതേ സമയത്ത് അർ-റഹീം ആഖിറവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ ആരാ രക്ഷപ്പെടുക? ആഖിറത്തിൽ ആർക്കാ അള്ളാന്റെ സംരക്ഷണം കിട്ടുക? ദുനിയാവിൽ എന്താണോ ഒരു മനുഷ്യന്റെ മുന്നിൽ അവനെ സൃഷ്ടിച്ച റബ്ബുൽ ഇസ്സത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് അതനുസരിച്ച് ജീവിക്കുന്നവന് മാത്രമേ രക്ഷയും സമാധാനവും കിട്ടുള്ളൂ. അവിടെ അവൻ റഹീമാണ്, ഇവിടെ ഇവൻ റഹ്മാനാണ്. അടുത്ത വ്യത്യാസം മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇവിടെ എത്ര നല്ലവനായാലും, ഇവിടെ സൽസ്വഭാവിയാണ്, ധർമ്മിഷ്ഠനാണ്, ആളുകൾക്ക് മുത്തുപോലത്തെ മനുഷ്യനാണ്, എല്ലാം എല്ലാം ഒക്കെ. പക്ഷേ അള്ളാഹുവിനെ വിശ്വസിച്ച് അംഗീകരിച്ച് അവന് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാതെയാണ് ആഖിറത്തിലെത്തിയതെങ്കിൽ ഈ ചെയ്ത നന്മകൾക്കൊന്നും ഒരു കൂലിയും ഒരു പ്രതിഫലവും അവിടെ നിന്ന് പ്രതീക്ഷിക്കണ്ട. കാരണം അവിടെ അവൻ റഹ്മാനല്ല, റഹീമാണ്. മനസ്സിലായല്ലോ? അപ്പൊ എന്ത് പറയാം നമുക്ക് അർത്ഥം? റഹ്മാനും റഹീമുമായ ആ രണ്ട് വാക്കിന്റെയും ഈ വിശാലമായ അർത്ഥം നമ്മൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി വെക്കണം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇതാ ആരംഭിക്കുന്നു. എന്ത് ഒരു കാര്യത്തിന്റെ മുന്നോടിയായിട്ടാണോ നമ്മൾ ബിസ്മില്ലാ പറയുന്നത്, ആ വിഷയം ആരംഭിക്കുന്നു എന്നാണ് അവിടെ അർത്ഥം വരിക. തിന്നുമ്പോഴാണെങ്കിൽ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാറുള്ളത്, തിന്നുമ്പോ, കുടിക്കുമ്പോ, വുദൂ ചെയ്യുമ്പോ, വാതിൽ തുറക്കുമ്പോ, വാതിലടക്കുമ്പോ, ഇങ്ങനെ എല്ലാ കാര്യത്തിലും പറയണമെന്ന് പറഞ്ഞല്ലോ. അതിലൊന്നും എന്തില്ല?
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മൊത്തത്തിലില്ല. പിന്നെന്തേ ഉള്ളൂ? ബിസ്മില്ലാ. വുദു ചെയ്യുമ്പോ ബിസ്മില്ലാ, തിന്നുമ്പോ ബിസ്മില്ലാ, കുടിക്കുമ്പോ ബിസ്മില്ലാ, വാതിലടക്കുമ്പോ ബിസ്മില്ലാ, വാതിൽ തുറക്കുമ്പോ ബിസ്മില്ലാ, സ്വിച്ച് ഇടുമ്പോ ബിസ്മില്ലാ, മൊബൈൽ എടുക്കുമ്പോ ബിസ്മില്ലാ, പേന എടുക്കുമ്പോ ബിസ്മില്ലാ, ഡ്രസ് ഇടുമ്പോ ബിസ്മില്ലാ, ഡ്രസ് മടക്കി വെക്കുമ്പോ ബിസ്മില്ലാ. എല്ലാത്തിലും അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ഖുർആൻ ഓതുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് മൊത്തത്തിൽ പറയണം. ശരി, അപ്പം ഇസ്തിആദ പറഞ്ഞു, പിന്നെ ബസ്മല പറഞ്ഞു, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തിന്റെ ആദ്യത്തെ ആയത്ത് പറഞ്ഞു തരാണ്. അലിഫ് ലാം മീം. എന്താ ഇതിന്റെ അർത്ഥം? ഉലമാക്കൾ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഇമാം അൽ ഖുർത്തുബി റഹിമഹുല്ലാഹു തആല ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട ചില ആളുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട തഫ്സീർ വായിച്ചുതരാം. ആരാണ് ഈ പ്രധാനപ്പെട്ട ആളുകൾ? സഹാബാക്കളുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, അബ്ദുല്ലാഹിബിൻ മസ്ഊദ്, അബൂബക്കർ സിദ്ദീഖ്, അലി ഇബ്നു അബി ത്വാലിബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ പോലെയുള്ള പ്രഗത്ഭരായ സഹാബാക്കൾ. അതേപോലെ ഇമാം അശ്ശഅബി, അതേപോലെ സുഫിയാൻ അസ്സൗരി പോലെയുള്ള താബിഈങ്ങളായ മഹാന്മാരായ പണ്ഡിതന്മാർ, ഇവരൊക്കെ പറഞ്ഞു ഈ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ കാണുന്ന ഈ അക്ഷരങ്ങൾ, അതിന് പറയുന്ന പേര് അൽ ഹുറൂഫുൽ മുഖത്തആത്ത്. ഖുർആൻ എഴുതുമ്പോഴും പറയണ്ടേ? അതെ, പറയണം. ഖുർആൻ എഴുതുമ്പോഴും ബിസ്മില്ലാ പറയണം. അൽ ഹുറൂഫു അൽ മുഖത്തആത്ത്. ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കാം. അൽ ഹുറൂഫുൽ മുഖത്തആത്ത് എന്നാണ് ഇതിന് പറയുക. മുറിക്കപ്പെട്ട അക്ഷരങ്ങൾ. ഖുർആനിൽ ഏകദേശം 21 22 അത്രയും സൂറകൾ ഈ പറയപ്പെട്ട തരത്തിൽ അവതരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊരു കാരണം കൂടി ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് അർത്ഥത്തിലേക്ക് പ്രവേശിക്കാം. ഈ ഹുറൂഫുൽ മുഖത്തആത്ത് കൊണ്ട്, അങ്ങനെ ഒരു അക്ഷരങ്ങളെ കൊണ്ട് മാത്രം ഒരു അവതരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നടത്തിയതിന്റെ പിറകിലുള്ള ഒരു ഹിക്മത്ത്, ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ മക്കത്തുണ്ടായിരുന്ന ഖുറൈശികൾ സാഹിത്യ സാമ്രാട്ടുകളാണ്. അവര് പൊട്ടന്മാരോ വിവരമില്ലാത്തവരോ വിദ്യാഭ്യാസം ഇല്ലാത്തവരോ ഒന്നുമല്ല. എല്ലാവരും അവര് സാഹിത്യകാരാണ്. അവരുടെ അടുക്കളകളിൽ അവരങ്ങോട്ടും ഭാര്യയും ഭർത്താവും പരസ്പരം അടുക്കള വിഷയങ്ങൾ സംസാരിക്കുന്നത് വരെ അറബി കവിതകളിലാണ്. ആ കവിതകളൊക്കെ പിന്നീട് അറബി സാഹിത്യം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രന്ഥങ്ങളായി രൂപകൽപ്പന ചെയ്യപ്പെട്ടു. അത്ര വലിയ സാഹിത്യകാർക്കിടയിലേക്കാണ് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഓതിക്കൊടുക്കുന്നത്. ആ ഓതിക്കൊടുക്കുന്ന മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ 29 സൂറ ഉണ്ടല്ലോ, അല്ലാഹ് അഹ്സൻത് ബറക്കല്ലാഹു ഫീക്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? അല്ലദീന യത്തബിഊന റസൂല നബിയൽ ഉമ്മിയ. ഉമ്മിയാണ്, എഴുത്തും അറിയില്ല, വായനയും അറിയില്ല. അങ്ങനത്തെ ഒരാളാണ് അവിടുത്തെ സാഹിത്യ സാമ്രാട്ടുകളുടെ മുന്നിൽ അവരുടെ സാഹിത്യത്തെ കവച്ചു വെച്ച് അവരെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് മുഹമ്മദിന്റെ വകയുള്ളതല്ല, മുഹമ്മദിന് ആരോ പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷെ എന്നാലും ഇത് ആളുകൾ കേട്ട് കഴിഞ്ഞാൽ അവരിങ്ങനെ ചിന്തിക്കുകയും അവര് നമ്മുടെ പാരമ്പര്യ ദീൻ വിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന തൗഹീദിന്റെ ആ ദീനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമെന്ന് പേടിച്ച നേതാക്കന്മാർ എന്ത് ചെയ്തു? പറഞ്ഞു, ലാ തസ്മഉ ലിഹാദൽ ഖുർആനി വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ.
എന്താ അർത്ഥം? നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി തുടങ്ങുമ്പോൾ നിങ്ങൾ ഒച്ചപ്പാടും ബഹളങ്ങളും ഉണ്ടാക്കി ആളുകൾ കേൾക്കാത്തൊരു അവസ്ഥയുണ്ടാക്കുക. നേതാക്കന്മാർ പേടിച്ചു. കാരണം ഖുർആൻ അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. അള്ളാഹു നമുക്ക് ആ പ്രകാശം നസീബാക്കി തരട്ടെ. അത് ശരിക്കും കേൾക്കേണ്ട പോലെ കേട്ടാൽ അത് ഹൃദയത്തിന്റെ ഉള്ളില് അമ്പ് കേറും പോലെ കേറും. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആ ഖുർആൻ ഉണ്ടാക്കും, ഒരു സംശയമില്ല. അത് ഇവർക്ക് മനസ്സിലായി. കാരണം സാഹിത്യകാരാണ്. ഖുർആന്റെ അവതരണ ശൈലി കേട്ടപ്പോ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി, നേതാക്കന്മാർക്ക്. അവരിത് ആൾക്കാർ കേൾക്കാതിരിക്കാൻ വേണ്ടിയുള്ള പണികൾ എടുത്തു. അപ്പൊ എന്ത് ചെയ്തു? ഇങ്ങനെ ചില ആയത്തുകൾ അവതരിപ്പിച്ചു. കാരണം ഇവർക്ക് ഇത് പരിചയമില്ല. അലിഫ് ലാം മീം. അവരാകെ അന്തം മുട്ടി. ഇതെന്താ ഈ പറയുന്നത്? ഇതെന്താ ഇതിന്റെ അർത്ഥം? ഇതെന്താ മുഹമ്മദ് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞിട്ട്? അപ്പൊ അവര് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ അവരെ ഒന്നുകൂടി ശ്രദ്ധയോടുകൂടി കേൾപ്പിക്കുക എന്ന ലക്ഷ്യവുമുണ്ട് ഈ ഹുറൂഫുൽ മുഖത്താത്ത് കൊണ്ട് ചില സൂറകൾ തുടങ്ങിയതിന്റെ ഹിക്മത്തിൽ. മനസ്സിലാക്കി വെക്കുക. പക്ഷെ അതിന്റെ അർത്ഥം എന്താ? മുഫസ്സിരിങ്ങൾ പറഞ്ഞു, ഹിയ സിർറുല്ലാഹി ഫിൽ ഖുർആൻ. ഇത് ഖുർആനിലുള്ള അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങളിൽപ്പെട്ടതാണ്. വലില്ലാഹി ഫീ കുല്ലി കിതാബിൻ മിൻ കുതുബിഹി സിർറുൻ. അള്ളാഹു ആകാശ ലോകത്തിൽ നിന്നും അവതരിപ്പിച്ച എല്ലാ ഗ്രന്ഥങ്ങളിലും ഇതേപോലെ ചില രഹസ്യങ്ങളുണ്ട്. അള്ളാഹു അത് അടിമകൾക്ക് അറിയിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള രഹസ്യമാണ് ഈ അൽ ഹുറൂഫുൽ മുഖത്തഅത്ത്. ഫഹിയ മിനൽ മുതശാബിഹി അല്ലദി ഇൻഫറദ അല്ലാഹു തആല ബിഇൽമിഹി. പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞപ്പോ പറഞ്ഞു, ചില ആയത്തുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അടിമകൾക്ക് അതിന്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ചില ആയത്തുകൾ മുത്തശാബിഹായ ആയത്തുകളാണ്. എന്ന് പറഞ്ഞാൽ അത് ആ ആയത്തങ്ങ് ഓതുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക, പക്ഷെ അതിന്റെ ലക്ഷ്യം അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയാവുള്ളൂ. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഖുർആനിലുണ്ട്. അതിൽപ്പെട്ടതാണ് ഹുറൂഫുൽ മുതഖത്തഅ. വലാ യജിബു അൻ യുതകല്ലമ ഫീഹാ. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉചിതമല്ല. വലാകിൻ നുഅ്മിനു ബിഹാ വനഖറഉ കമാ ജാഅത്. അതിനർത്ഥമുണ്ട്, അതൊരു രഹസ്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കും. എന്നിട്ടോ നമുക്ക് ഓതാൻ പഠിപ്പിക്കപ്പെട്ട പോലെ നമ്മൾ അത് ഖുർആൻ ഓതുമ്പോൾ ഓതി പോവുകയും ചെയ്യും. അതിന്റെ അർത്ഥത്തിന്റെ പിറകിലേക്കൊന്നും നമ്മൾ പോവാൻ ശ്രമിക്കൂല. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അൽ ഹുറൂഫുൽ മുഖത്തഅതു മിനൽ മക്തൂമി അല്ലദി ലാ യുഫസ്സർ. വിശദീകരണം നൽകപ്പെടാൻ കഴിയാത്ത അള്ളാഹു ഖുർആനിൽ ഒളിപ്പിച്ചു വെച്ച അർത്ഥമുള്ള രഹസ്യമായ ഒരു സംഗതിയാണ് അൽ ഹുറൂഫുൽ മുഖത്തഅത്ത്. അപ്പൊ നമ്മൾ എന്ത് പറയും? അലിഫ് ലാം മീം അല്ലാഹു അഅലമു ബിമുറാദിഹി. അതിന്റെ അർത്ഥം നമ്മൾ അങ്ങനെയാണ് പറയാ. ഞാൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, എഴുതിയെടുക്കുന്നവർ എഴുതിയെടുക്കുക. അല്ലാഹു അഅലമു ബിമുറാദിഹി. എന്താ അർത്ഥം? അള്ളാഹു അഅലമു. അള്ളാഹു, സോറി, അത് പ്രൈവറ്റ് ആയിട്ട് പോയി. നേരത്തെ ആരാ മെസ്സേജ് അയച്ചേ? ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാം. അള്ളാഹു അഅലമു ബിമുറാദിഹി. അള്ളാഹു അഅലമു ഏറ്റവും അറിയുന്നവനാകുന്നു, ബിമുറാദിഹി ആ ആയത്തിന്റെ അല്ലെങ്കിൽ ആ അക്ഷരത്തിന്റെ ലക്ഷ്യം, അർത്ഥം, ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. ഓക്കെ, ഇങ്ങനെയാണ് എല്ലാ ഹുറൂഫുൽ അലിഫ് ലാം മീം, അലിഫ് ലാം റ, അലിഫ് ലാം മീം സാദ് കാഫ് ഹാ യാ ഐൻ സാദ് ഹാമീം നൂൻ ഖാഫ്, ഇങ്ങനെ കുറെ ഉണ്ടല്ലോ. അതിനെ പറ്റിയൊക്കെ ഈ പറഞ്ഞ തരത്തിൽ മനസ്സിലാക്കി വെക്കുക. ഇനി ഇതെങ്ങനെയാ ഓതേണ്ടത്? ഇത് 3 അക്ഷരങ്ങളാണ്. ഈ 3 അക്ഷരങ്ങൾ പാരായണം ചെയ്യുന്ന നിയമം, തജ്വീദിന്റെ നിയമപ്രകാരം ഇവിടെ ലാമിനെയും മീമിനെയും നമ്മൾ 6 ഹർക്കത്തോളം നീട്ടൽ നിർബന്ധമാണ്. മദ് ലാസിം ഹർഫി
ആണ് ഈ ലാമിലും മീമിലുമുള്ള നിയമങ്ങൾ. അതായത് മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ തന്നെ അസ്ലിയായ സുക്കൂൻ വരിക. മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ തന്നെ എന്ത് വരിക? അസ്ലിയായ സുക്കൂൻ. ഇവിടെ ഈ ലാം എന്ന് പറയുമ്പോ നമ്മൾ എഴുതുമ്പോ ഒരു ലാം ഇങ്ങനെ ഒരു എഴുത്ത് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ശരിക്കും അത് വിടിച്ചെഴുതിയാൽ ലാം, ലാ, പിന്നെ ആ മീമിന്റെ ഒരു സുക്കൂനും, ലാം. ഈ അസ്ലിയായ സുക്കൂൻ എന്ന് പറഞ്ഞു വെച്ചാല് ചില സുക്കൂനുകൾ പിന്നെ ആരിഫിയായ സുക്കൂൻ എന്ന് പറയും. അതായത് ഇപ്പൊ വഖഫ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ, ഉദാഹരണത്തിന് ഞാൻ പറയാം. അടുത്ത ആയത്ത് എന്താ? ദാലികൽ കിതാബു, ദാലികൽ കിതാബു, കിതാബു. ആ ബു എന്ന് പറയുമ്പോൾ കിതാബു ബാഇന് ദമ്മാണ്, ബാഇന് ദമ്മാണ്. പക്ഷെ ഞാൻ അവിടെ വഖഫ് ചെയ്താലോ, ദാലികൽ കിതാബ്, സുക്കൂനായി, ബാഇന് സുക്കൂനായി. അതെന്താ സംഗതി? ആരിദ് അവിടെ വഖഫ് ചെയ്തത് കൊണ്ട് വന്ന സുക്കൂനാണ്. എന്നാൽ ഈ ലാം എന്ന് പറയുന്ന അക്ഷരത്തിലുള്ള സുക്കൂൻ വഖഫ് ചെയ്തത് കൊണ്ട് വന്ന സുക്കൂനല്ല. അത് അവിടെ സ്ഥിരമായും നിർബന്ധമായും ഉണ്ടാവേണ്ടുന്ന ഒരു സുക്കൂനാണ്. അപ്പൊ അങ്ങനെ വന്നാൽ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ 6 ഹർക്കത്തുകൾ വരെ നീട്ടണം. അപ്പൊ അലിഫ് ലാം മീം, അലിഫ് നീട്ടാനില്ല. ഇവിടെ ലാ, മദ്ദിന്റെ അക്ഷരം എവിടെയാ? ലാ നീട്ടാനുണ്ട്. ലാ, ഫതഹിന് ശേഷം അലിഫ് വന്നു. ലാ എന്ന് പറയുമ്പോൾ ഫതഹാണ്. അത് കഴിഞ്ഞിട്ട് അലിഫ് വന്നു. ലാ, അലിഫിന് ശേഷം വരുന്ന ഫതഹും ലമ്മിന് ശേഷം വരുന്ന വാവും കെസറിന് ശേഷം വരുന്ന യാഉമാണ് ഹുറൂഫുൽ മദ്, നീട്ടാനുള്ള അക്ഷരങ്ങൾ. ഇവിടെ ലാ, അലിഫ് വന്നു നീട്ടാൻ. എന്നിട്ട് ആ അക്ഷരത്തിനെ നിർത്തുമ്പോ നമ്മൾ സുക്കൂനോട് കൂടിയാ നിർത്തുക, ലാം, ആ അസ്ലിയായ സുക്കൂൻ. അപ്പൊ അവിടെ 6 ഹർക്കത്ത് നീട്ടൽ നിർബന്ധം. എന്നിട്ടോ രണ്ടാമത്തെ അക്ഷരം മീമാണ്. അപ്പൊ അലിഫ് ലാം, അവിടെ ഒരു മീമ് വന്നു. നമ്മൾ ലാം എന്ന് പറഞ്ഞു നിർത്തുമ്പോ ഒരു മീമ് വന്നു, സുക്കൂനുള്ള മീമ്. അതിനുശേഷം രണ്ടാമത്തെ അക്ഷരമായ മീമും. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ ഇദ്ഗാം ചെയ്യണം. രണ്ടൊരേപോലത്തെ അക്ഷരങ്ങൾ ചേർന്ന് വന്നു. ആദ്യത്തേന് സുക്കൂനും രണ്ടാമത്തേന് ഹർക്കത്തും ഉണ്ട്. അപ്പൊ ആ സുക്കൂനുള്ള മീമിനെ രണ്ടാമത്തെ ഹർക്കത്തുള്ള മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, ഒട്ടിച്ച് മണിച്ച് ഉച്ചരിക്കണം. അപ്പൊ എങ്ങനെ വരും? അലിഫ് ലാം മീ, ഉണ്ടോ? അവിടെ മണിക്കണം. അലിഫ് ലാം മീ, ഒരു മണിക്കൽ. എന്നിട്ട് മീം. അവിടെയും എന്തു വന്നു? മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം അസ്ലിയായ സുക്കൂൻ. ഇവിടെ ഏതാ മദ്ദിന്റെ അക്ഷരം? മീ എന്ന് പറയുമ്പോ യാ, മീമിന് കെസറുണ്ടല്ലോ. അതിന്റെ അടിയിലുള്ള പിന്നെ അതിന് ശേഷമുള്ള മീം എന്ന അക്ഷരം നമ്മൾ പറഞ്ഞു നിർത്തുമ്പോ ഉള്ള സുക്കൂൻ. അപ്പൊ അവിടെയും എന്ത് ചെയ്യണം? 6 ഹർക്കത്ത് മീം നീട്ടണം. അതിന്റെ ഇടയിൽ ഇദ്ഗാം എന്ന് പറയുന്ന നിയമം വരുന്നുണ്ട്. ഏത്? ലാം എന്ന് പറയുമ്പോ ഉള്ള ആദ്യത്തെ സുക്കൂനുള്ള മീമും പിന്നെ നമ്മൾ എഴുതി കാണുന്ന മീമും ഒരുമിച്ച് വന്നപ്പോ അവിടെ എന്ത് ചെയ്യണം? മണിച്ച് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. അപ്പൊ നീട്ടിയും മണിച്ചും ഉച്ചരിക്കുമ്പോ അലിഫ് ലാം മീം, ഇങ്ങനെയാണ് ഈ ആയത്ത് ഓതേണ്ടത്. ഓക്കെ, തജ്വീദിന്റെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. കൃത്യമായും അത് പഠിച്ച് മനസ്സിലാക്കി വെക്കുക ഇൻഷാ അല്ലാഹ്. അടുത്ത ആയത്ത് നോക്കിക്കോളൂ. ذلك الكتاب لا ريب فيه هدى للمتقين. ذلك, അത്. ذلك എന്ന് പറഞ്ഞാൽ അർത്ഥം അത്. അൽ കിതാബു,
ഗ്രന്ഥം. ഒന്നുകിൽ ദാലിക്കൽ കിതാബു ചേർത്ത് വന്നിട്ട് ആ ഗ്രന്ഥം എന്നർത്ഥം വരും. ദാലിക്കൽ കിതാബു ആ ഗ്രന്ഥം. അപ്പൊ ദാലിക്ക ഇസ്മു ഇഷാറ. അറബി ഗ്രാമർ പഠിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയാണ്, ദാലിക്ക ഇസ്മുൽ ഇഷാറ ലിൽ ബഈദ്, അൽ കിതാബു ബദലാവും. അങ്ങനെയാണെങ്കിൽ ആ ഗ്രന്ഥം എന്നർത്ഥമാണെങ്കിൽ. അല്ലെങ്കിൽ എന്തർത്ഥം പറയാം? ദാലിക്ക അത്, അൽ കിതാബു ഗ്രന്ഥമാകുന്നു, മുബ്തദയും ഖബറും എന്ന അർത്ഥത്തിൽ. ഓക്കെ, ഒന്നുകിൽ ദാലിക്കൽ കിതാബു ആ ഗ്രന്ഥം, അല്ലെങ്കിൽ ദാലിക്ക അത്, അൽ കിതാബു ഒരു ഗ്രന്ഥമാകുന്നു. ഇങ്ങനെ രണ്ട് രീതിയിലും അർത്ഥം പറയാം. എങ്ങനെയുള്ള ഗ്രന്ഥം? ലാ റൈബ സംശയമേ ഇല്ല, സന്ദേഹമേ ഇല്ല. ലാ റൈബ, ലാ എന്ന് പറഞ്ഞാൽ ഇല്ല, റൈബ് എന്ന് പറഞ്ഞാൽ സംശയം. അപ്പൊ എന്തർത്ഥമായി? ദാലിക്കൽ കിതാബു ആ ഗ്രന്ഥം, ലാ റൈബ സംശയമില്ലാത്ത ഗ്രന്ഥമാകുന്നു. അല്ലെങ്കിലോ ദാലിക്ക അത്, അൽ കിതാബു ഒരു ഗ്രന്ഥമാകുന്നു, ലാ റൈബ സംശയമേ ഇല്ല, ഫീഹി അതിൽ, ഫീഹി അതിൽ. അവിടെ ഒരു 3 പുള്ളി കാണുന്നുണ്ടല്ലോ, അതൊരു വഖഫിന്റെ അലാമത്താണ്. അത് ഒരു സ്ഥലത്ത് വന്നാൽ രണ്ടാമതൊരു സ്ഥലത്തും നിർബന്ധമായി വന്നിട്ടുണ്ടാവും. അപ്പൊ എന്ത് മനസ്സിലാക്കണം? അതിലേതെങ്കിലും ഒരു സ്ഥലത്തെ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ് വഖഫ് ചെയ്താൽ ഹുദൽ ലിൽ മുത്തഖീന അല്ലദീന, പിന്നെ അവിടെ വഖഫില്ല. അല്ലെങ്കിൽ ഇവിടെ ചേർത്ത് ഓതുക, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മനസ്സിലാക്കുക. അപ്പൊ ലാ റൈബ എന്തില്ല? സംശയമേ ഇല്ല, ഫീഹി അതിൽ. പിന്നെയോ ഹുദൻ മാർഗദർശനമാണ്, സന്മാർഗമാണ്. ഹുദ ഹിദായത്ത്. ഈ ഖുർആൻ മാർഗദർശനമാണ്. ആർക്ക്? ലിൽ മുത്തഖീൻ, തഖ്വ ഉള്ളവർക്ക്, സൂക്ഷ്മത പാലിക്കുന്നവർക്ക്. അപ്പൊ ഒന്നുകൂടെ അർത്ഥം നോക്കിക്കോ. ദാലിക്കൽ കിതാബു ആ ഗ്രന്ഥം, ലാ റൈബ സന്ദേഹമേ ഇല്ല, ഫീഹി അതിൽ, ഹുദൻ സന്മാർഗമാകുന്നു, ലിൽ മുത്തഖീൻ സൂക്ഷ്മതയുള്ളവർക്ക്. ആ ഗ്രന്ഥം അതിൽ സന്ദേഹമേ ഇല്ല, അത് മാർഗദർശനമത്ര സൂക്ഷ്മത പാലിക്കുന്നവർക്ക്. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. അതിന്റെ ഓരോന്നിന്റെയും വിശദീകരണങ്ങൾ നമ്മൾ പറയും. ഇനി തിലാവത്തിന്റെ അത് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാറുള്ള കാര്യങ്ങളിൽ ഒന്ന്, നാവിന്റെ അറ്റം മുകളിലത്തെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് തട്ടിച്ചുകൊണ്ട് പറയേണ്ട അക്ഷരമാണ്. അത് തജ്വീദിന്റെ ഗ്രൂപ്പുകളിൽ കൃത്യമായും പങ്കെടുക്കുക, ടീച്ചർമാരുടെ അടുത്ത് നിന്ന് പറഞ്ഞു പഠിക്കുക. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള അക്ഷരമാണ് റാ. റാ 2 തരത്തിൽ ആണ് അതിന്റെ നിയമങ്ങൾ വരിക, തഫ്ഹീമും തർഖീഖും. ഇവിടെ ഏതാ? പറഞ്ഞോളൂ. ടെക്സ്റ്റ് ആക്കാം. തഫ്ഹീമാണ്. അതെ, ഇവിടെ റാ തഫ്ഹീമാണ്. നഅം അഹ്സൻതും ബറകല്ലാഹു ഫീക്കും. എന്താ കാര്യം? റാ മഫ്തൂഹാണ്, ഫതഹോട് കൂടി വന്നതാണ്. ഫതഹോട് കൂടി വന്നാൽ റാ കുറച്ചൊന്ന് കനപ്പിച്ച് കട്ടികൂട്ടി പറയണം. റാ ലാ റൈബ, ലാ റൈബ ذلك الكتاب لا ريب فيه هدى للمتقين. فيه
അവിടെ ഫീഹി ഹ ശ്രദ്ധിച്ചു പറയണം. നേരത്തെ സൂചിപ്പിച്ച പോലെ ഫീഹിയിൽ വേണമെങ്കിൽ നമുക്ക് വഖഫ് ചെയ്യാം, അല്ലതാ ലാ റൈബിൽ ഒന്നുകിൽ വഖഫ് ചെയ്യാം, അല്ലെങ്കിൽ ഫീഹിയിൽ വഖഫ് ചെയ്യാം. ആ 3 പുള്ളി കണ്ടോ, അതിലൊരു സ്ഥലത്തെ എന്ത് ചെയ്യാൻ പറ്റൂ, നിർത്താൻ പാടുള്ളൂ. ഒന്നുകിൽ ذلك الكتاب لا ريب فيه هدى للمتقين, അല്ലെങ്കിലോ ذلك الكتاب لا ريب فيه هدى للمتقين, അങ്ങനെ ഓതുക. പിന്നെ ഹുദല്ലി, ഹുദല്ലി അവിടെ ഒരു നിയമമുണ്ട്. തൻവീനു ശേഷം ലാമു വന്നു, ഇദ്ഗാം ബിലാഗുന്ന. നഅം, നിർത്താതെയും ഓതാം, തെറ്റൊന്നുമല്ല, അത് അതിൻ്റെ ഒരു മര്യാദയിൽപ്പെട്ടതാണെന്നേ ഉള്ളൂ. ഒറ്റ ശ്വാസത്തിൽ തന്നെ എല്ലാം ഓതിയാലും പ്രശ്നമൊന്നുമില്ല, കുറ്റക്കാരനാവൂല ഇൻഷാ അല്ലാഹ്. ഇദ്ഗാം ബിലാഗുന്ന. നഅം, സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ലാം അതേപോലെ റ എന്നീ 2 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ ഇദ്ഗാം താം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിലാഗുന്ന, മണിക്കാതെ. ഹുദല്ലി എന്ന് പറയാതെ ഹുദല്ലിൽ, ഹുദല്ലിൽ. അപ്പൊ അവിടെ ഹുദൻ എന്ന് പറയുന്ന തൻവീന്റെ പരം വരുന്ന ഒരു നൂനുണ്ടല്ലോ, ആ നൂനിന്റെ സൗണ്ട് തീരെ പ്രകടമാകൂല. ലാ റൈബ ഫീഹി ഹുദല്ലിൽ, ഹുദല്ലിൽ. ഓക്കെ, ഹുദല്ലിൽ മുത്തഖീൻ. മുത്ത, മുത്ത, തായിന് ശബ്ദമുണ്ട്. അതിന് ശേഷമുള്ള അക്ഷരം ഖാഫ്, മുത്തഖീൻ. നീട്ടി നിർത്തണം, കാരണം അവിടെ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ആരിലായ സുക്കൂൻ വരും. നേരത്തെ നമ്മൾ പറഞ്ഞു അസ്ലിയായ സുക്കൂൻ അക്ഷരത്തിലുള്ള. ഇവിടെ മുത്തഖീന എന്നാണ് ശരിക്കും, പക്ഷെ വഖഫ് ചെയ്യുമ്പോൾ ആ ന എന്നത് ന് എന്നായി മാറും. അതിന് മുമ്പുള്ള യാ ആണ് മദ്ദിന്റെ അക്ഷരം, അതുകൊണ്ട് മദ് ആരിലായി കുറച്ചൊന്ന് നീട്ടി അവിടെ നിർത്തണം. ذلك الكتاب لا ريب فيه هدى للمتقين. ഒന്നുകൂടെ ഓതാം, ശ്രദ്ധിച്ചോളൂ. അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين. ഇതാണ് ഈ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിയമങ്ങളൊക്കെ കൃത്യമായും അക്ഷരങ്ങളുടെ മഖ്റജുകളും അഹ്കാമുകളും ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ടീച്ചർമാരോട് ചോദിച്ചും ഓതിയും പഠിക്കുക. അർത്ഥവും പഠിച്ച് ആയത്ത് ഹിഫ്ള് ചെയ്ത് മുന്നോട്ട് പോവുക, മനപ്പാഠമാക്കുക. ഓരോ ആയത്തുകൾ മുന്നോട്ട് പോകുമ്പോൾ അത് പഠിച്ചു പോയാൽ അവസാനമാകുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് നമുക്കത് ഹിഫ്ള് ചെയ്യാം. ശരി, നമുക്കിതിന്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. ദാലിക്കൽ കിതാബു, ആ ഗ്രന്ഥം, ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയവുമില്ല, ഹുദല്ലിൽ മുത്തഖീൻ, അത് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സന്മാർഗമാകുന്നു, മാർഗദർശനമാകുന്നു. ഈ അർത്ഥം പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ആ ഒരു വിശദീകരണവും പറഞ്ഞ് അടുത്ത ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ബിഇദ്നില്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അല്ലാഹു നന്നായി മനസ്സിലാക്കാനും പഠിക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് നസീബാക്കി തരട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമീൻ വഇയ്യാക്കും.